നമസ്തേ. വരാഹ വിജയ ദീക്ഷ എന്ന കൊടും വ്രതത്തിന്റെ നിറവിലാണ് ആന്ധ്രയുടെ ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ. 11 ദിവസത്തെ വ്രതകാലയളവിൽ ജനസേവന പാർട്ടി നേതാവ് പാലും പഴവും വെള്ളങ്ങളും മാത്രമേ കഴിക്കൂ എന്ന ദൃഢനിശ്ചയത്തിലാണ്. അതിനിടെയാണ് തെലങ്കാനയിലെ കൊണ്ടഗട്ട് ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കാനെത്തിയത്. പവൻ കല്യാൺ എന്ന ജനനായകനെ ഒരു നോക്ക് കാണാൻ ജനസഹസ്രങ്ങളാണ് തടിച്ചുകൂടിയത്. അതിപ്രസിദ്ധമായ കൊണ്ടകോട്ട് ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ പവൻ കല്യാൺ ശനിയാഴ്ചയാണ് പ്രാർത്ഥനയ്ക്കെത്തിയത്. തെലങ്കാനയിലെ ജഗ്യാൽ ജില്ലയിലെ അതിപുരാതനമായ ക്ഷേത്രമാണിത്. ആഞ്ജനേയ ഭഗവാന്റെ കടുത്ത ഭക്തനായ പവൻ കല്യാൺ തെരഞ്ഞെടുപ്പിന് ഏറെ മുമ്പ് ജനുവരിയിൽ തന്റെ പ്രചരണ വാഹനമായ വരാഹിക്ക് കൊണ്ടകട്ട് ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ തന്നെ പൂജ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ ഈ ജനസേനാ പാർട്ടി അധ്യക്ഷൻ വീണ്ടും ക്ഷേത്രത്തിലെത്തി പ്രത്യേക പൂജകൾ നടത്തി. പവൻ കല്യാൺ ഇപ്പോൾ 11 ദിവസം നീണ്ടു നിൽക്കുന്ന വരാഹി ദീക്ഷയിലാണ്. വരാഹി ദീക്ഷയുടെ ആചാരപരമായ വസ്ത്രത്തിലാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത്. ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും പൂജാരിമാരും ചേർന്ന് പരമ്പരാഗത പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച് ആനയിച്ചു. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇടയനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാണ് നാടോടി കഥകൾ. 160 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണറാവു ദേശ്മുഖ് നവീകരിച്ചതാണ് ഇന്നത്തെ ക്ഷേത്രം. പ്രധാന ദേവനായ ആഞ്ജനേയ സ്വാമിയെ കൂടാതെ വെങ്കടേശ്വര ഭഗവാൻ, ആൾവാർല ദേവി, ലക്ഷ്മി ദേവി എന്നിവരുടെ ഉപദേവതാ വിഗ്രഹങ്ങളും ഇവിടെയുണ്ട്. കുട്ടികളില്ലാത്തവർ ഈ ക്ഷേത്രത്തിൽ 40 ദിവസം പൂജ നടത്തിയാൽ സന്താനഭാഗ്യമുണ്ടാകുമെന്നും മാനസിക വൈകല്യങ്ങളോ മറ്റു രോഗങ്ങളോ ഉള്ളവർ 40 ദിവസം ഇവിടെ പൂജിച്ചാൽ സന്താനഭാഗ്യമുണ്ടാകുമെന്നും ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. രാഷ്ട്രീയക്കാരനായി മാറിയ സൂപ്പർ താരത്തെ ഒരു നോക്ക് കാണാൻ നിരവധി ആരാധകരാണ് മലയുടെ മുകളിലുള്ള ഈ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലെത്തിയത്. കൊണ്ടേഗട്ടിൽ പവൻ കല്യാണിനെ അനുയായികളും പാർട്ടി നേതാക്കളും ആവേശത്തോടെ സ്വീകരിച്ചു. തുറന്ന വാഹനത്തിലെത്തിയ അദ്ദേഹം ചുറ്റും കൂടിയ പുരുഷാരവത്തെ അഭിവാദ്യം ചെയ്തു. ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോൾ പവൻ കല്യാണിന് വീരോചിതമായ വരവേൽപ്പാണ് ലഭിക്കുന്നത്. ഇതാദ്യമായല്ല പവൻ കല്യാൺ ഇത്തരമൊരു ആത്മീയ ഉദ്യമം നടത്തുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ അദ്ദേഹം ഒരു വരാഹി വിജയയാത്ര തുടങ്ങി. വരാഹി ദേവിക്ക് പൂജകൾ നടത്തി, തുടർന്ന് ദീക്ഷയും ഉണ്ടായി. അതിൻ്റെ ഫലമായാണ് ആന്ധ്രാപ്രദേശിനെ സേവിക്കാൻ തനിക്ക് അവസരം ലഭിച്ചതെന്ന് പവൻ കല്യാൺ ഉറച്ചു വിശ്വസിക്കുന്നു. അധികാരമേറ്റ് ആഴ്ചകൾക്കകം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പ്രശ്നം പരിഹരിച്ച ഈ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ജനങ്ങളോട് പറഞ്ഞത് ഇതാണ്: തൻ്റെ പിതാവും സർക്കാർ ജീവനക്കാരനായതിനാൽ ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാത്തതിൻ്റെ പ്രത്യാഘാതം തനിക്കറിയാമെന്ന്. അങ്ങനെ ജീവനക്കാരുടെ ഹൃദയം തൊട്ടു പവൻ കല്യാൺ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും ഒരു സർക്കാർ ജീവനക്കാരൻ്റെ മകനാണ്. എൻ്റെ അച്ഛൻ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശമ്പളം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. സ്കൂൾ ഫീസ് അടയ്ക്കാൻ കഴിയാതെ ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും പഠനം അടച്ച ശേഷം തിരികെ കയറാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാത്തതിൻ്റെ പ്രത്യാഘാതം എനിക്കറിയാം. പ്രത്യേകിച്ച് മാസാവസാനം കുടുംബത്തെ പോറ്റാൻ ഞങ്ങൾ പാടുപെടുമ്പോൾ NDA സഖ്യ സർക്കാർ ജീവനക്കാർക്കൊപ്പം നിൽക്കുമെന്നാണ് പവൻ കല്യാണിൻ്റെ ഉറപ്പ്. ആ ഉറപ്പ് സ്വർണം കൊണ്ടുള്ള ഉറപ്പായി മാറട്ടെ എന്നാണ് ആന്ധ്രാപ്രദേശിലെ ജനങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നതും.